നമ്മുടെ പിതാക്കന്മാരെല്ലാം അവർ ജീവിച്ചിരുന്ന കാലഘട്ടം അന്ത്യകാലമായിരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു, യെസ്. അല്ലേ? പത്രോസ് പോലും തൻ്റെ പ്രസംഗത്തിൽ താൻ അത് ഉൾപ്പെടുത്തിയിരുന്നു, പത്രോസിന്റെ കാലഘട്ടത്തിൽ. പക്ഷേ ഇതെല്ലാം നമ്മൾ വിലയിരുത്തേണ്ടത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. ലോകം മുഴുവൻ വലിയൊരു ആശങ്കയിലാണ്. ഓൾറെഡി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ആമേൻ. കർത്താവ് ഇത് വെളിപ്പെടുത്തി. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഇവിടെ ഉണ്ടാകും. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ പല റെസ്റ്റോറൻറ്റുകളും വർക്ക് ചെയ്യുന്നില്ല, ഗ്യാസിന്റെ ഷോർട്ടേജ് കൊണ്ട്. മറ്റെവിടെയോ നടക്കുന്നൊരു യുദ്ധം ഈ കേരളത്തിൽ, നമ്മുടെ ഈ സംസ്ഥാനത്തെ വരെ ബാധിച്ചിരിക്കുകയാണ്, അല്ലേ? എല്ലായിടത്തും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്, ഓയിലിന്റെ ക്രൈസിസ്. ഇനി അങ്ങോട്ട് ഉണ്ടാവും സാറേ ഇത്. കാരണം യേശു കർത്താവ് പറഞ്ഞു, ഇതൊന്നിന്റെ അവസാനമല്ല, അല്ല, ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് കർത്താവ് പറയുന്നത്. അവസാനം മനുഷ്യർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തൻ്റെ മക്കളെ ചേർക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരും. നമ്മുടെ പിതാക്കന്മാർ കടന്നു പോയിട്ടില്ലാത്ത, അവരുടെ കാലഘട്ടത്തിൽ സംഭവിക്കാതിരുന്ന ഒത്തിരി കാര്യങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ബൈബിളിലെ പല പ്രവചനങ്ങളും നിറവേറിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും 2550 വർഷങ്ങൾക്ക് മുമ്പ് സക്കറിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ പ്രവചിച്ച ഒരു പ്രവചനം: ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. യെരുശലേമിന്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. അപ്പോൾ ജെറുസലേമിനെ, ഇസ്രായേലിനെ ചുമക്കുന്നവരല്ല, ആരൊക്കെ ആ രാജ്യത്തെ ചുമക്കുന്നോ, സപ്പോർട്ട് ചെയ്യുന്നു, അവരെല്ലാം കഠിനമായി മുറിവേൽക്കും. ഇപ്പൊ അമേരിക്ക എന്ന രാജ്യം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു. ആ കാരണം കൊണ്ട് ആ രാജ്യത്തോട് എല്ലാവർക്കും ഭയങ്കര വിരോധമാണ്. ഇപ്പൊ ഈ അറബ് ഇസ്രായേൽ രാജ്യങ്ങളെ ഒന്നാക്കുവാൻ അതിശക്തമായ ഒരു ശ്രമം നടത്തിയ മനുഷ്യനാണ് ഇപ്പോഴത്തെ അമേരിക്ക പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ടൈമിൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ രാജ്യങ്ങളെല്ലാം ഒന്നാക്കിക്കൊണ്ട് താൻ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അത് ഒരു ഭാഗത്ത് ഒരു 50 മുതൽ 60% വരെ വിജയകരമായി. രണ്ടാമതായിട്ട് ജെറുസലേമാണ് ഇസ്രായേലിന്റെ തലസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ നടപടികൾ കൊണ്ടുവന്നു. അപ്പം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഒരു പരിഭ്രമമാക്കും. അന്നാളിൽ അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും ഇസ്രായേലിന് വിരോധമായി വരും. ഇപ്പം പെട്ടെന്നുണ്ടായ ഒരു ഷോക്കിംഗ് ന്യൂസ് അല്ല. ബൈബിള് വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇത് സംഭവിക്കേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ ഇത് സംഭവിക്കേണ്ട ഒരു പ്രൊഫസിയാണ്, ഒരു പ്രവചനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ നേരത്തെ തന്നെ ഇത് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്.